മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈനിൽ സമാപനമായി. 63 സ്വർണവുമായി ചൈനയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 13 സ്വർണവുമായി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 9 ദിവസം നീണ്ടുനിന്ന കൗമാര താരങ്ങളുടെ ഏഷ്യൻ ഗെയിംസിന് ഇന്നലെ ബഹ്റൈനിലെ ഖലീഫ സ്പോർട്സ് സിറ്റിയിലാണ് തിരശ്ശീല വീണത്. 23 വേദികളിലായി 45 രാജ്യങ്ങളിൽ നിന്ന് 8000-ലധികം അത്ലറ്റുകളാണ് മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ഭാഗമായി മാറ്റുരച്ചത്. എല്ലാ തവണത്തെയും പോലെ തന്നെ ഗെയിംസിൽ ചൈനയുടെ ആധിപത്യമാണ് കാണാൻ സാധിച്ചത്. 63 സ്വർണവും 49 വെള്ളിയും 35 വെങ്കലവുമായി 147 മെഡലുകളോടെ ചൈന ഇത്തവണയും ഒന്നാമതെത്തി. 37 സ്വർണവുമായി ഉസ്ബെക്കിസ്ഥാനും 24 സ്വർണവുമായി കസക്കിസ്ഥാനുമാണ് മൂന്നാമത്. ഇന്ത്യക്കും ചരിത്ര നേട്ടം ാണ് ഗെയിംസ് ഇത്തവണ കൊടിയിറങ്ങുന്നത്. 13 സ്വർണവും 18 വെള്ളിയും 17 വെങ്കലവുമായി 48 മെഡലുകളോടെ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഇന്ത്യ എക്കാലത്തെയും മികച്ച മെഡൽ വേട്ട കൂടിയാണ് യൂത്ത് ഗെയിംസിൽ നടത്തിയത്. കബഡിയിലെ ഇരട്ട സ്വർണ്ണ നേട്ടത്തോടെ തുടങ്ങിയ ഇന്ത്യ ബോക്സിംഗിൽ 4 സ്വർണവും റെസ്ലിംഗിലും ബീച്ച് റെസ്ലിംഗിലും 3 വീതം സ്വർണവും വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 1 സ്വർണവും നേടി. സമാപന ചടങ്ങിനിടെ ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ 4ാം പതിപ്പിന്റെ വേദിയും പ്രഖ്യാപിച്ചു. 2029 നടക്കാനിരിക്കുന്ന 4ാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് ആതിഥേയത്വം വഹിക്കും. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.